വെള്ളി കുടുംബത്തിന്റെ ഐശ്വര്യവും വരുംകാലത്തെ നിധിയും. ഒരു പെൺകുട്ടിയുടെ പാദസരക്കിലുക്കം ആ വീടിന്റെ ഐശ്വര്യമാണ്, മഹാലക്ഷ്മിയുടെ സാന്നിധ്യമാണ്. നമ്മുടെ കേരളീയ സംസ്കാരത്തിൽ വെള്ളി എന്നത് വെറുമൊരു അലങ്കാരമല്ല, അത് കുട്ടിക്കാലത്തെ ഓർമ്മകളും വിവാഹബന്ധത്തിന്റെ പവിത്രതയും കുടുംബത്തോടുള്ള കരുതലും ചേർന്നതാണ്. പണ്ട് നമ്മുടെ ഉമ്മാരും അമ്മമാരും അടുക്കളയിലെ അരിപ്പാത്രത്തിലും മറ്റും സൂക്ഷിച്ചുവെച്ച ആ ചെറിയ സമ്പാദ്യങ്ങളാണ് പിന്നീട് വലിയ ആപത്തുകളിൽ കുടുംബത്തെ താങ്ങിയത്. ഇന്ന് വീട്ടമ്മമാർ തങ്ങളുടെ ദൈനംദിന ചെലവുകളിൽ നിന്ന് മിച്ചം പിടിക്കുന്ന ഓരോ രൂപയും വെള്ളിയിൽ നിക്ഷേപിക്കുന്നത് ഒരു വലിയ സാമ്പത്തിക വിപ്ലവത്തിന് വഴിയൊരുക്കും. ആഗോള വിപണിയും ഇന്നത്തെ സാഹചര്യവും. ഇന്ന് ലോകം ഇലക്ട്രിക് വാഹനങ്ങളിലേക്കും സോളാർ ഊർജ്ജത്തിലേക്കും മാറുമ്പോൾ അതിന് ഏറ്റവും അത്യാവശ്യമായ ലോഹം വെള്ളിയാണ്. കൃത്രിമ ബുദ്ധി, കമ്പ്യൂട്ടർ ചിപ്പുകൾ എന്നിവയുടെ നിർമ്മാണത്തിലും വെള്ളി ഒഴിച്ചുകൂടാനാവാത്തതാണ്. ചൈന ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങൾ ഭാവി ആവശ്യങ്ങൾക്കായി വെള്ളി വൻതോതിൽ സംഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇത് വിപണിയിൽ വെള്ളിയുടെ ലഭ്യത കുറയ്ക്കുകയും വില മുമ്പെങ്ങുമില്ലാത്ത വിധം വർദ്ധിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. 5 വർഷത്തെ മാറ്റം, ഒരു താരതമ്യം. 5 വർഷം മുൻപ് ഒരു കിലോ വെള്ളിക്ക് 60,000-70,000 രൂപയായിരുന്നു വില. എന്നാൽ ഇന്ന് അത് 2 ലക്ഷം കടന്ന് മുന്നേറുകയാണ്. അന്ന് ഒരു കിലോ വാങ്ങാൻ കഴിഞ്ഞ തുകയ്ക്ക് ഇന്ന് കുറഞ്ഞ ഗ്രാം വെള്ളി മാത്രമേ ലഭിക്കൂ എന്നത് ഇതിന്റെ വളർച്ചയെ സൂചിപ്പിക്കുന്നു. വെറുമൊരു ആഭരണമായിരുന്ന വെള്ളി ഇന്ന് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള വ്യവസായ ലോഹമായി മാറിക്കഴിഞ്ഞു. പെൺമനസ്സും വെള്ളിയും. പെണ്ണിന്റെ പാദസരവും മാലയും ഭംഗിക്ക് വേണ്ടി മാത്രമല്ല, അത് കുടുംബത്തിന്റെ ആപൽഘട്ടങ്ങളിലെ ഒരു സുരക്ഷാ കവചം കൂടിയാണ്. വില കൂടുന്നു എന്ന് കരുതി വാങ്ങാതിരിക്കരുത്. നിങ്ങൾ സമ്പാദിക്കുന്ന ഓരോ ഗ്രാം വെള്ളിയും നിങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കുള്ള ശക്തമായ അടിത്തറയാണ്. വില കൂടിയാലും ഇതിന്റെ മൂല്യം ഒരിക്കലും കുറയില്ല. ബുദ്ധിപരമായ നിക്ഷേപം എങ്ങനെ തുടങ്ങാം? ഒറ്റയടിക്ക് വലിയ തുക നിക്ഷേപിക്കുന്നതിന് പകരം ശരാശരി വില രീതി പിന്തുടരാം. മാസസമ്പാദ്യം, വില നോക്കാതെ ഓരോ മാസവും ഒരു നിശ്ചിത തുക, ഉദാഹരണത്തിന് 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ വെള്ളി വാങ്ങാനായി മാറ്റിവെക്കുക. വില കുറയുമ്പോൾ ലാഭം. വില കുറവുള്ള മാസങ്ങളിൽ അതേ തുകയ്ക്ക് കൂടുതൽ വെള്ളി ലഭിക്കും. വില കൂടുമ്പോൾ സുരക്ഷ. വില കൂടുമ്പോൾ നിങ്ങൾ നേരത്തെ വാങ്ങിയ സമ്പാദ്യത്തിന് മൂല്യം വർദ്ധിക്കും. സ്വർണവും വെള്ളിയും, ഒരു താരതമ്യം. പുനർവിൽപ്പന. ലൗദോത് സ്വർണത്തെപ്പോലെ തന്നെ വെള്ളിയും വിൽക്കുമ്പോൾ അന്നത്തെ വിപണി വില ലഭിക്കും. പണിക്കൂലിയും നഷ്ടവും ഒഴിവാക്കാൻ 99.9 പ്യൂരിറ്റിയുള്ള നാണയങ്ങളായോ കട്ടികളായോ സൂക്ഷിക്കുന്നത് 100% ലാഭം നൽകും. വളർച്ചാ നിരക്ക്. സ്വർണം സുരക്ഷിതമായ നിക്ഷേപമാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ സ്വർണം 10% വർദ്ധിക്കുമ്പോൾ വെള്ളി 20% വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ വേഗത്തിലുള്ള ലാഭം ആഗ്രഹിക്കുന്നവർക്ക് വെള്ളി മികച്ച തിരഞ്ഞെടുപ്പാണ്. വെള്ളിയുടെ സംരക്ഷണം. വെള്ളി കറുത്തുപോകുന്നത് അതിന്റെ ഗുണമേന്മ കുറഞ്ഞതുകൊണ്ടല്ല, മറിച്ച് അന്തരീക്ഷത്തിലെ മൂലകങ്ങളുമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ഇത് മൂല്യത്തെ ബാധിക്കില്ല. വെള്ളിയെ വായു കടക്കാത്ത പ്ലാസ്റ്റിക് കവറുകളിൽ ചർണിടംസോട് സൂക്ഷിക്കുന്നത് തിളക്കം നിലനിർത്താൻ സഹായിക്കും. ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കാൻ കഴിയും. നിങ്ങളുടെ വീടിന്റെ സമ്പാദ്യം വെള്ളിയിലൂടെ തുടങ്ങൂ. ഇന്ന് നിങ്ങൾ വാങ്ങുന്ന ഒരു ചെറിയ നാണയം നാളെ നിങ്ങളുടെ മക്കളുടെ ഭാവിയിലേക്കുള്ള വലിയൊരു തണലായി മാറും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. സാമ്പത്തികമായി മുന്നേറാൻ ആഗ്രഹിക്കുന്ന ഓരോ മലയാളി സുഹൃത്തുക്കൾക്കും വേണ്ടിയുള്ള പേജ്. ലളിതമായ നിക്ഷേപ രഹസ്യങ്ങൾ ഉടൻ അറിയാൻ ഗോൾഡൻ ഡൈവേഴ്സ് ചാനൽ പിന്തുടരൂ. ഇന്നുതന്നെ ഞങ്ങളോടൊപ്പം ചേരൂ, മാറ്റം അനുഭവിച്ചറിയൂ.